നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ അമ്മ നമ്മെ വിട്ടുപോയി. മോഹൻലാലിൻ്റെ അമ്മ ലാലിൻ്റേത് മാത്രമല്ല, കേരളത്തിൻ്റെ അമ്മയാണ്. മോഹൻലാലിൻ്റെ കുടുംബസുഹൃത്തും ഡോക്ടറുമായ ജ്യോതിദേവ് കേശവ് ഒരു കുറിപ്പെഴുതി. ആ കുറിപ്പിൽ പറയുന്നു, ശാന്ത ആൻറ്റി 90 വയസ്സ് വരെ ജീവിച്ചു എന്നതിൻ്റെ രഹസ്യം മകനും കുടുംബവും നൽകിയ പിന്തുണയും സ്നേഹവും വാത്സല്യവുമാണ്. നീണ്ടകാലം മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയെ ചികിത്സിച്ചത് ജ്യോതിദേവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, മകനും കുടുംബവും നൽകിയ പരിചരണം അതാണ് അമ്മയ്ക്ക് 90 വയസ്സ് നൽകിയതെന്ന്. മോഹൻലാലിൻ്റെ അമ്മ ശാന്ത ആൻറ്റി, നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ ശാന്ത ആൻറ്റി ഇതെഴുതുമ്പോൾ ഇന്ന് നമുക്കൊപ്പമില്ല. ഒക്ടോബർ 20-ാം തീയതി കൊച്ചിയിലെ വീട്ടിലെത്തുമ്പോൾ പതിവ് പോലെ നിർബന്ധിച്ച് ഭക്ഷണം തന്നിട്ട് മാത്രമേ എന്നെ പോകാൻ അനുവദിച്ചുള്ളൂ. വീൽചെയറിൽ തീന്മേശയ്ക്കരികിലെത്തി എല്ലാ വിഭവങ്ങളും ഞാൻ ആസ്വദിച്ച് കഴിച്ചുവെന്ന് ആൻറ്റി ഉറപ്പാക്കി. അന്നേ ദിവസം ലാലുച്ചേട്ടനും സുചിത്രയും ആൻ്റണി പെരുമ്പാവൂരും വീട്ടിലുണ്ടായിരുന്നു. ഈ അമ്മയും മകനും തമ്മിലുള്ള അടുപ്പം പതിറ്റാണ്ടുകളായി ഞാൻ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ലാലുച്ചേട്ടൻ എത്ര തിരക്കാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും അമ്മയെ എന്നും വിളിക്കും. അമ്മയെ മാറോടണച്ച് കെട്ടിപ്പിടിച്ച് കവളത്ത് മുത്തം കൊടുക്കുന്നത് പലയാവർത്തി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ശാന്ത ആൻറ്റി അവശ്യമായിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും നമ്മൾ അങ്ങോട്ട് പറയുന്നതൊക്കെ മനസ്സിലാകും. ആംഗ്യഭാഷയിലും ശബ്ദത്തിലൂടെയും നമ്മൾക്കും കാര്യങ്ങൾ മനസ്സിലാകും. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോഴൊക്കെ മുടവൻ മുകളിലെ വിശേഷങ്ങൾ പറയും. ഇവ വെട്ടാതെ ആൻറ്റി ശ്രദ്ധിച്ചു കേൾക്കും. മുടവൻ മുകളിലെ ഞങ്ങളുടെ അയൽക്കാരായ പ്രസന്നയും ഭർത്താവ് ഷൺമുഖവും കഴിഞ്ഞ 14 വർഷങ്ങളായി ആൻറ്റിക്കൊപ്പം കൊച്ചിയിൽ തന്നെ. ആൻറ്റിയുടെ ആംഗ്യഭാഷ അവർ എനിക്കും സുനിതയ്ക്കും കൃഷ്ണദേവിനും പരിഭാഷപ്പെടുത്തി. പ്രസന്ന ആൻറ്റിയെ പരിചരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയും. എത്ര ആത്മാർത്ഥതയോടു കൂടിയാണ് അവർ ആ കൃത്യം വർഷങ്ങളായി നിർവഹിച്ചു വരുന്നത്. ശാന്ത ആൻറ്റി മരണപ്പെട്ടു എന്ന വാർത്ത ആത്മമിത്രമായ എൻ്റെ അമ്മയോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. 2 മാസങ്ങൾക്ക് മുൻപാണ് അവർ വീഡിയോ കോളിൽ പരസ്പരം കണ്ടതും ആശയവിനിമയം നടത്തിയതും. ഈ 2 അമ്മമാർക്കും ഉയർന്ന വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞുനാൾ മുതൽ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രത്യേകത ഇവർ 2 പേരും സമയത്തിന് നൽകിയ പ്രാധാന്യമായിരുന്നു. നമ്മെ നമ്മളാക്കി മാറ്റിയ അച്ഛനമ്മമാരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും പരിചരിക്കാനുമാകാത്ത ഒരു ജീവിതം എന്തിന്? ആ നഷ്ടം എങ്ങനെ നികത്താനാകും? നമുക്കാവശ്യം കേരളത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുന്ന യുവതി യുവാക്കളെയാണ്, ശരിയല്ലേ? ജ്യോതിദേവിൻ്റെ അർത്ഥവത്തായ ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി നമ്മെ വിട്ടുപോകുമ്പോൾ ഒട്ടനവധി ചോദ്യങ്ങൾ ഈ കുറിപ്പുണർത്തുന്നു. ഇന്ന് രാവിലെ മുതൽ മുടവൻ മുകളിലെ വീട്ടിൽ മോഹൻലാലുണ്ട്. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനുശോചന സന്ദർശനം നടത്തുന്ന മനുഷ്യരെ നോക്കി സൗമ്യമായി പുഞ്ചിരിക്കുന്ന മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഏറ്റവും മ്ലേച്ഛമായ ചില കമൻറ്റുകളുണ്ട്. അമ്മ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നു? അദ്ദേഹം വേദന ഉള്ളിലടക്കി പുറമേക്ക് ചിരിക്കുന്നുവോ? എന്നാൽ മോഹൻലാലിൻ്റെ സംയമനത്തെക്കുറിച്ചാണ് ചിലർ വാചാലരാകുന്നത്. അമ്മയെ നഷ്ടപ്പെട്ട ഒരാൾ എന്ന വ്യക്തിഗത ദുഃഖത്തിനിടയിലും തൻ്റെ മുന്നിലെത്തിയ ഓരോ മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള മോഹൻലാലിൻ്റെ കരുതൽ, ഇത് അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. അവരെ പരിഗണിക്കാനുള്ള ശാന്തമായ അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് ആ പുഞ്ചിരി. സ്വന്തം ദുഃഖം ഒരു പൊതുസ്ഥലത്ത് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയായി മാറരുത് എന്ന ഉൾബോധം, ഇതൊക്കെയാണ് മോഹൻലാലിൻ്റെ സംയമനം, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ. മോഹൻലാൽ എന്ന വ്യക്തി വേദനയെ ഒളിപ്പിച്ചതല്ല, മറിച്ച് വേദനയെ അദ്ദേഹം മാന്യതയാക്കി. ചിലർക്ക് വേദന കരച്ചിലായി പുറത്തേക്ക് വരും, മറ്റു ചിലർക്കത് മൗനമായി ഉള്ളിൽ അടിഞ്ഞുകൂടും. പക്ഷെ സ്വന്തം ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന മോഹൻലാലിൻ്റെ മനസ്സിനെ ചിലർ ഓർമ്മപ്പെടുത്തുന്നു സമൂഹ മാധ്യമങ്ങളിൽ. ആ അമ്മ മകൻ ബന്ധത്തിൻ്റെ ശാന്തത നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നതാണ്. അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉള്ളിലൊരു സമാന അനുഭവം ഉണ്ടാകും. മോഹൻലാലിൻ്റെ പുഞ്ചിരി ഒട്ടും ലളിതമല്ലാത്ത ഒരു ശാന്തതയാണ്. ഒരു കടൽ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിളകുന്നുണ്ടാവാം. തൊട്ടുമുന്നിൽ ജീവനറ്റ് കിടക്കുന്നത് ഇക്കാലമത്രയും തൻ്റെ കൈപിടിച്ചുയർത്തിയ അമ്മയാണ്. അമ്മ അത്രയധികം ഓരോ കുട്ടിയുടെ ഹൃദയത്തോടും വൈകാരിക തലത്തോടും ചേർന്ന് നിൽക്കുന്നു. എന്നാൽ മോഹൻലാൽ നമുക്ക് മുന്നിൽ എന്നും ഒരു കുസൃതി കലർന്ന അമ്മക്കുട്ടിയാണ്. എത്ര വലുതായാൽ പോലും പെട്ടെന്ന് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ നമ്മുടെ നാവിൽ ആദ്യം ഓടിയെത്തുന്നത് അമ്മ എന്ന പേര്. മോഹൻലാലിൻ്റെ അമ്മ അതൊരു സ്വകാര്യതയല്ല, അത് നമ്മുടേതുകൂടി അമ്മയാണ്. സ്നേഹനിറങ്ങളുടെ എത്രയെത്ര ഫോട്ടോഗ്രാഫുകൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. സ്നേഹക്കൽക്കണ്ടം പോലെ മധുരിക്കുന്ന അമ്മയുടെ ചെറുപുഞ്ചിരി, അതിനു മുന്നിൽ ഒരു കുട്ടിക്കുറുമ്പോടെ നിൽക്കുന്ന മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ.
ശാന്തകുമാരി എന്ന അമ്മയോട് പലപ്പോഴും മലയാളി അമ്മമാർക്ക് അസൂയ തോന്നും. ഏതമ്മയുടെയും ഒരു സ്വകാര്യ ആഗ്രഹമാണ് മോഹൻലാലിനെ പോലെ ഒരു കുസൃതി കലർന്ന മകൻ. മടിയിൽ തലവെച്ച് വർത്തമാനം പറയുന്ന, അമ്മയെ പ്രാണനെ പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു മകൻ. എന്നാൽ സ്ക്രീനിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ പച്ച വെളിച്ചത്തിലും മോഹൻലാൽ തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മയെ കെട്ടിപ്പിടിച്ച കവിളിൽ മുത്തമിടും. തൻ്റെ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, അമ്മയെ ഓർത്ത് കണ്ണു നിറയുന്ന ആ മകൻ ഇന്ന് കരഞ്ഞില്ല. പകരം അമ്മയെ യാത്രയയക്കുകയാണ്. സാധാരണ അഭിമുഖങ്ങളിൽ തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് വാക്കുകളിൽ മാത്രമാണ് ലാൽ പ്രതികരിക്കാറുള്ളത്. എന്നാൽ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ വാചാലനാകും. മകൻ മലയാളത്തിൻ്റെ സൂപ്പർ താരമായി വിലസുമ്പോൾ മറുവശത്ത് സിനിമാ ലോകത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിന്നും അകന്നു നിന്ന ഒരു സാധാരണ അമ്മയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി. അപൂർവമായി മാത്രമാണ് അവർ മകനെ സെറ്റിലെത്തി കാണാറുള്ളത്. എത്ര തിരക്കുണ്ടെങ്കിലും ലാൽ അമ്മയെ കാണാൻ പതിവായി എത്തും. എല്ലാ ദിവസവും മോഹൻലാൽ അമ്മയെ ഫോണിൽ വിളിക്കും. തൂവാനത്തുമ്പികൾ എന്ന സിനിമയുടെ സെറ്റിൽ മോഹൻലാലിനെ കാണാനെത്തിയ അമ്മയുടെ കഥ സിനിമയുടെ അണിയറ പ്രവർത്തകർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അമ്മ സെറ്റിൽ വന്ന അപൂർവ അവസരം എന്നൊക്കെയാണ് പത്മരാജൻ അതിനെ വിശേഷിപ്പിച്ചത്. മകൻ്റെ ഒരു കല്യാണക്കാര്യവുമായാണ് അമ്മ ആ സെറ്റിലെത്തിയത് എന്ന് സിനിമാ പ്രവർത്തകർ അന്ന് പറഞ്ഞു ചിരിക്കും. പക്ഷേ അമ്മ സെറ്റിലെത്തിയതിന് പിന്നാലെ മകൻ്റെ അഭിനയത്തിൽ പ്രകടമായ മാറ്റം, നല്ല ഉല്ലാസം. മോഹൻലാലിൻ്റെ വളർച്ചയുടെ ഓരോ പടവുകളും താണ്ടിയ മുടവൻമുകളിലെ ഹിൽവ്യൂ വീട്ടിൽ ഇനി അമ്മയില്ല. മോഹൻലാൽ വലിയ നടനായി മാറിയപ്പോൾ, ചെന്നൈയിലേക്കും കൊച്ചിയിലേക്കുമൊക്കെ താമസം മാറ്റിയപ്പോൾ ശാന്തകുമാരി ഹിൽവ്യൂവിൽ തന്നെ തുടർന്നു. എന്നാൽ ഏതു തിരക്കിനിടയിലും അമ്മയെ കാണാനെത്തുന്ന മകൻ, അതായിരുന്നു മോഹൻലാൽ. മോഹൻലാലിൻ്റെ 3ാമത്തെ വയസ്സിൽ മുടവൻമുകളിലെ വീട് അച്ഛൻ വിശ്വനാഥൻ നായർ പണി കഴിപ്പിച്ചു. തിരുവനന്തപുരത്ത് തന്നെ വാടക വീട്ടിലായിരുന്നു മുൻപ് അവർ താമസിച്ചത്. മുടവൻമുകളിൽ അന്ന് അപൂർവമായി മാത്രം വീടുകൾ, കിഴക്ക് മലകളും പടിഞ്ഞാറ് ഭാഗത്ത് കടലുമായി പ്രകൃതി മനോഹരമായ ഒരിടം. അമ്മയും അച്ഛനും ജ്യേഷ്ഠനും ഞാനുമടങ്ങുന്ന ഒരു സ്വർഗമായിരുന്നു അന്ന് വീടെന്ന് മോഹൻലാൽ പിന്നീട് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. 1978 ഹിൽവ്യൂ വീടിൻ്റെ മുന്നിൽ മോഹൻലാലിൻ്റെ ആദ്യ സിനിമയായ തിരനോട്ടം എന്ന സിനിമയുടെ ഷൂട്ടിംഗ്. ഒരു സൈക്കിളിൽ വരുന്ന കൊല്ലുന്ന കൊച്ചു പയ്യൻ. തിരനോട്ടത്തിൻ്റെ ഷൂട്ടിംഗ് പുറത്തു നടക്കുമ്പോൾ ഇതൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മ അകത്തിരിക്കും. പിന്നീട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ ലൊക്കേഷനിലേക്ക് മോഹൻലാൽ പുറപ്പെട്ടത് മുടവൻമുകളിലെ വീട്ടിലെത്തി അച്ഛനെയും അമ്മയും കണ്ട് അനുഗ്രഹം വാങ്ങി. അമ്മയുടെ ഓരോ പിറന്നാളിലും മകൻ മോഹൻലാൽ ഒരു ചിത്രം പങ്കുവയ്ക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. അതിനടിക്കുറിപ്പായി നമ്മൾ ഒരുപാട് വാക്കുകൾ കണ്ടിട്ടുണ്ട്. പൃഥ്വിയെ നാടിന് സമ്മാനിച്ച അമ്മ, അടുത്ത ജന്മവും അമ്മയുടെ മകനായി ഈ മകൻ പിറക്കട്ടെ. മോഹൻലാൽ എന്ന നടനെ മാത്രമല്ല മലയാളത്തിന് സമ്മാനിച്ച അമ്മ മടങ്ങുന്നത്, മറിച്ച് അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല മകനെ കൂടി മലയാളത്തിന് കാട്ടിക്കൊടുത്താണ് അമ്മയുടെ മടക്കം. അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മകനെക്കുറിച്ച് പറയാൻ അമ്മയ്ക്കും അമ്മയെക്കുറിച്ച് പറയാൻ മകനും ഒത്തിരി വാക്കുകളുണ്ട്. ലാലു എന്നാണ് മകനെ അമ്മ സ്നേഹത്തോടെ വിളിക്കാറുള്ളത്. തൻ്റെ മോനെ സിനിമയിൽ കൂടിയാണെങ്കിലും ആരെങ്കിലും അടിക്കുന്നത് കണ്ടാൽ അമ്മയ്ക്ക് വിഷമം വരും. വാനപ്രസ്ഥം ഷൂട്ടിങ്ങിന് മകൻ ഒരുപാട് വിഷമിച്ചു എന്നൊക്കെ ഒരു അഭിമുഖത്തിൽ അമ്മ പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. മണിക്കൂറുകൾ പോലും വെള്ളം കുടിക്കാതെ എൻ്റെ മോൻ കഷ്ടപ്പെട്ടുവെന്നാണ് അന്ന് അമ്മ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഒടുവിൽ വാർദ്ധക്യകാലത്ത് അമ്മയുടെ ലാലുവായി മോഹൻലാൽ മാറി. അമ്മയെ പഴയ നിലയിലേക്ക് എത്തിക്കാൻ ഒരുപാട് മോഹൻലാൽ പരിശ്രമിച്ചു. ന്യൂറോ പ്രശ്നങ്ങളായിരുന്നു തുടക്കം. സംസാരിക്കാൻ പോലും ആവാത്ത അവസ്ഥ. ഒടുവിൽ അമൃത ഹോസ്പിറ്റലിൽ ദീർഘകാലം ചികിത്സ. അമൃത ഹോസ്പിറ്റലിൽ അമ്മ ചികിത്സയിലുള്ള മുറിക്ക് തൊട്ടു മുന്നിൽ മറ്റൊരു മുറിയിൽ മോഹൻലാൽ വന്ന് താമസിക്കും. അമ്മ ആശുപത്രിയിലുള്ള ദിവസങ്ങളിൽ തനിക്ക് വീട് പോലെയാണ് ആശുപത്രിയിലെ ആ മുറിയെന്ന് മോഹൻലാൽ പറയും. സ്ട്രോക്കാണ് മോഹൻലാലിൻ്റെ അമ്മയുടെ നില വഷളാക്കിയത്. അതിനുശേഷം കൊച്ചിയിലെ വീട്ടിലേക്ക് അമ്മയെ സ്ഥിരമായി ലാൽ കൂട്ടിക്കൊണ്ടുവന്നു. ആരോഗ്യത്തോടെ കുട ചൂടി ബസ് കയറി നടക്കുന്ന അമ്മമാരെ കാണുമ്പോൾ താൻ തൻ്റെ അമ്മയെ ഓർക്കുമെന്ന് ലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി ഓർമ്മയാകുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നിറയുന്നത് അമ്മയുടെ നല്ല ചിത്രങ്ങളാണ്. 1 വർഷം മുൻപ് പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചു ചേർത്ത് മോഹൻലാൽ അമ്മയ്ക്കൊരു സർപ്രൈസ് ബർത്ത്ഡേ ആഘോഷം കൊടുത്തു. ആരോഗ്യ സംബന്ധമായ ഒട്ടനവധി പ്രശ്നങ്ങൾ, എന്നാൽ മോഹൻലാലിനൊപ്പം പുഞ്ചിരിയോടെ ഇരിക്കുന്ന അമ്മയുടെ മുഖം ഇപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ട്. കൊച്ചി എളമക്കര വീട്ടിൽ വച്ചായിരുന്നു അന്ന് അമ്മയ്ക്കുള്ള സർപ്രൈസ് പാർട്ടി.
ലോകത്തിൻ്റെ ഏത് കോണിലായാലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അരികിലെത്തും. തിരക്കേറിയ സിനിമാ ജീവിതത്തിനിടയിലും സ്വന്തം അമ്മയുമായി അതീവ ആത്മബന്ധം പുലർത്തുന്ന ഒരു മകൻ, അതുതന്നെയാണ് ലാലിനെ വേറിട്ട് നിർത്തുന്നതും. അമ്മയുടെ കണ്ണിൽ നോക്കിയാണ് താൻ സ്നേഹവും വാത്സല്യവുമൊക്കെ മനസ്സിലാക്കിയത് എന്ന് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞു. പൂജപ്പുരയിലെ വായനശാലയിൽ അമ്മയ്ക്കൊപ്പം പുസ്തകമെടുക്കാൻ പോകുന്ന ചെറുപ്പകാലം. മോഹൻലാലിൻ്റെ സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ നമ്മൾ പല അഭിമുഖങ്ങളിലായി കണ്ടു. ഒരു ദിവസം മുൻപ് MG ശ്രീകുമാർ മോഹൻലാലിനെ വിളിച്ചപ്പോൾ ലാൽ പറഞ്ഞു, അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട. കൊച്ചി എളമക്കരയിലെ വസതിയിൽ വച്ചായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ അന്ത്യം. സംസ്കാരം തിരുവനന്തപുരത്ത്. വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. മാതൃത്വത്തിൻ്റെ ഏറ്റവും ശക്തമായ അടയാളപ്പെടുത്തലാണ് നമുക്കിടയിൽ നിന്ന് ഇപ്പോൾ കടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.